അതെ, ഞാൻ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നോളത്തിനടുത്തുള്ള അഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വട്ടത്തിലുള്ള ശ്രീകോവിലോട് കൂടിയ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ട്. ഏതാണ്ട് 1500ഓളം വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിന്. ശ്രീകോവിലിന്റെ മുന്നിലല്ലേ നല്ല വലിയൊരു ബലിക്കല്ലുണ്ട്. അതിന് വലിയ പഴക്കമൊന്നുമില്ല. നാലമ്പലത്തോട് കൂടിയ പ്രൗഢിയുള്ള ഒരു അമ്പലമായിരുന്നു ഇത്ര ഇത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഈ നാലമ്പലമൊക്കെ നശിച്ചു പോയി എന്നാ പറയണത്. എത്രയോ ഇല്ലങ്ങളുടെ കീഴിലായിരുന്നു ഈ അമ്പലം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇതിന്റെ ഭരണം ഏറ്റെടുത്തിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലേക്ക് ക്യാമറകൾ കടത്തില്ല കേട്ടോ. ദേവസ്വത്തിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റുള്ളൂ. ഒരുപാട് പേരുടെ ഫോട്ടോഷൂട്ടിനൊക്കെ വരാറുണ്ട്. നമ്മുടെ കേരളത്തിലെ വട്ടശ്രീകോവിലുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടത്. പിന്നെ ഇതാണ് എന്റെ നാട്. ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തുന്ന പോലെ ഉത്സവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കൽവിളക്കിന്റെ മുന്നിലായിട്ട് ഒരു ആൽത്താറുണ്ട് കേട്ടോ. സുബ്രഹ്മണ്യന്റെ അടുത്തായിട്ട് തന്നെ സുബ്രഹ്മണ്യന്റെ അച്ഛനും ജ്യേഷ്ഠനും ഉണ്ട് കേട്ടോ. അമ്പലത്തിന്റെ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ പുല്ല് കയറി എടുക്കുക. മതില് കിട്ടിയതൊക്കെ പൊളിഞ്ഞു വീണിട്ടുണ്ട്. ഇതാണ് അടുത്തുള്ള ജ്യേഷ്ഠൻ ശാസ്താവ്. ഇതിന്റെ അടുത്ത് തന്നെയാണ് അച്ഛനായ ശിവന്റെ അമ്പലം. ഞങ്ങളൊരു 5 മണിയോട് കൂടിയാണ് പോയത്. മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നത് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കർക്കിടക മാസം തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടാവും. ഈ കാണുന്ന ക്ഷേത്രക്കുളമാണ് ട്ടാ. നല്ലോണം പായല് കയറിയിട്ടാണ് കിടക്കണത്. ഇവിടുന്ന് നേരെ കാണാനായിട്ട് എന്റെ വീട്. മുന്നൊക്കെ ഇവിടെ ആൾക്കാർ കുളിക്കാൻ വന്നിരുന്നു. ഇപ്പൊ ആരും കുളിക്കാൻ വരാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ പായല് പിടിച്ചു കിടക്കണത്. ഇത് ശിവന്റെ അമ്പലത്തിന്റെ കിണറാണ് ട്ടാ. അവിടേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഇതിന്റെ അകത്ത് തന്നെ എടുക്കാറ്. ഈ അമ്പലത്തിന്റെ മറുഭാഗത്ത് ഒരു വലിയ ഗ്രൗണ്ടാണ്. അവിടെയാണ് ഈ ഭാഗത്തുള്ള കുട്ടികളൊക്കെ കളിക്കാൻ വരാറ്. കുറച്ചു നാള് മുന്നേ അമ്പലത്തിൽ എന്തോ പരിപാടി നടന്നപ്പോ അവിടെയാണ് സ്റ്റേജ് ഒക്കെ കെട്ടിയത്. ഇതാണ് വിജനായിട്ടുള്ള സ്ഥലം ഒന്നല്ല കേട്ടാ. അപ്പുറത്തുപ്പുറത്തൊക്കെ വീടൊക്കെ ഉണ്ട്. ഈ വഴി അമ്പലത്തേക്ക് മാത്രമുള്ള അല്ലാട്ടാ. അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തായിട്ട് കുറെ വീടുകളൊക്കെ ഉണ്ട്. അവിടേക്ക് പോകാനുള്ള വഴിയാണ് ഇട്ടത്. ഈ പുല്ലൊക്കെ വളർന്നിക്കണ കാരണം റോട്ടിൽ കൂടെ പോകുമ്പോ ഈ അമ്പലം കാണാനില്ല. അപ്പൊ ഈ അടുത്ത സമയത്താണ് ഇത്ര അധികം പുല്ല് കയറിയത്. ഇതിന്റെ ശരിക്കുള്ള ലൊക്കേഷൻ വരുന്നത് കുന്നംകുളത്തുനിന്ന് 500 ആൾത്തറ റോട്ടിക്ക് വന്നാല് പാർക്കാടി അമ്പലം എത്തി അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. എന്റെ നാട്ടിൽ ഈ അമ്പലം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിശുക്ക് കാണിക്കല്ലേട്ടാ.